ഹലോ നമസ്കാരം. ഞാനിന്ന് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. ഇത് നമ്മൾ ബർത്ത്ഡേക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കേക്കാണ്. ഇത് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങിയില്ല, നിങ്ങൾ തന്നെ ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിനായിട്ട് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാമോളം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതായത് വിപ്പിംഗ് ക്രീം നമ്മളൊന്ന് ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കണം. ചൂടായി വരുമ്പോൾ വേണം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള 100 ഗ്രാം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. അതൊന്ന് നന്നായിട്ട് അതിലിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് ഗനാശയാക്കി മാറ്റി വയ്ക്കാം. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലോർ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്, ഓൾ പർപ്പസ് ഫ്ലോർ. അതെടുക്കുക. അതിനുശേഷം ബാക്കി 1/4 ഭാഗത്തോളം നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്യുക. അങ്ങനെ മൊത്തം 1 കപ്പ് ഫ്ലോർ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക, 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ ഒരു 3 പ്രാവശ്യം അരിക്കുക, അല്ലെങ്കിൽ ഒരു തവണ അരിച്ചിട്ട് നമ്മളൊന്ന് ആ വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുകയും വേണം. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആ ഫ്ലോറിൽ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണത്. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ എടുത്ത് പൊടിച്ച് വയ്ക്കുക. അതിന് ഒരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ട് അത് പൊടിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് 1 കപ്പ് ഷുഗർ പൗഡർ കിട്ടും കേട്ടോ. അങ്ങനെ മാറ്റി വയ്ക്കുക അത്. ഇനി അടുത്തത് നമുക്ക് മുട്ട എടുക്കണം. 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ. മുട്ട ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതൊരു 3 വട്ടമായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക കേട്ടോ. മുട്ട നല്ല എന്താ പറയുക, ഒരു വൈറ്റ് കളറിൽ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വേണം ബീറ്റ് ചെയ്തിട്ട്. ഇത് നമുക്ക് ബീറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിലിട്ടിട്ട് ആദ്യം നോർമൽ സ്പീഡിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹൈ സ്പീഡ്, അങ്ങനെ നിർത്തി നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1/4 കപ്പ് മതി കേട്ടോ. 1/4 കപ്പിൽ കൂടുതൽ ചേർക്കണ്ട. 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്യാം. അത് സ്പീഡ് കൂടി പോകരുത്. ഫസ്റ്റ് സ്പീഡിൽ തന്നെ ചെയ്യുകയും വേണം, എണ്ണ എല്ലാത്തിലും യോജിക്കുകയും വേണം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറച്ചിടുക. അങ്ങനെ ഒരു 3 ട്രിപ്പായിട്ട് നമ്മൾ ഈ മുട്ടയുടെ മിക്സിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് ബീറ്റ് ചെയ്യേണ്ട കേട്ടോ, വിസ്ക് കൊണ്ട് ചെയ്താൽ മതി. ഇനി ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഫ്ലോർ 2 പ്രാവശ്യം ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാശ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 2-3 ടേബിൾ സ്പൂൺ ഗനാശ് ഈ സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ള മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം, ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാട്ടോ. അത് ഒഴിവാക്കരുത്. കാരണം നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ചിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട്. സാധാരണ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ചും ഈ ഒരു സ്പോഞ്ചും കഴിക്കുമ്പോൾ അത് നന്നായിട്ട് ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ഫ്ലോറും കൂടി ചേർത്തിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയായും പോകരുത്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിത് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ബേക്കിംഗ് ട്രേയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റോ 40 മിനിറ്റോ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനല്ല ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യണമെങ്കിൽ അതും ഇങ്ങനെ തന്നെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സിമ്മിലിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവേ. ഇനി സ്പോഞ്ച് റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇത് കേക്ക് സെറ്റ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് 1 കപ്പ് 250 ml 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ ഇത്. ഇപ്പോൾ ബീറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു കുറച്ചങ്ങോട്ട് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഗനാശ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗനാശ് എടുക്കാം. അതിൽ നിന്ന് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചതിൻ്റെ പകുതി ഈ ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു റിബൺ കൺസിസ്റ്റൻസി, അതായത് നമ്മൾ ആ ബീറ്റർ കൊണ്ട് നമ്മൾ ആ ക്രീം എടുത്തിട്ടുണ്ടെങ്കിൽ താഴെ പോകരുത്, ആ ഒരു പാകത്തിന് നമ്മൾ എടുക്കുക കേട്ടോ. അങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം വയ്ക്കുക. കേക്ക് സെറ്റ് ചെയ്യാൻ നേരത്തെ എടുക്കാവേ. ഈ ക്രീമിന് നമുക്ക് ചോക്ലേറ്റിൻ്റെ കളർ വേണം കേട്ടോ. അതിന് വേണ്ടിയാണ് കൂടുതലും ഇത് ചേർക്കുന്നതും, ആ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട്. ആ സ്പോഞ്ച് എടുത്തിട്ട് അത് ഒരു 3 ലെയറായിട്ട്
ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് അതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന ലെയർ ഏറ്റവും താഴെയായിട്ട് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന താഴെയാണ് വെച്ചിരിക്കുന്നത്, ടോപ്പിലെ ലെയറാണത്. എന്നിട്ട് താഴത്തെ ലെയർ നമ്മൾ ഏറ്റവും മുകളിൽ വേണം സെറ്റ് ചെയ്യാനും. അങ്ങനെ വേണം കേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വിറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് എടുത്തത് 1 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. തിളച്ച് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ള കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീം ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അപ്പോൾ ക്രീം ഒരുപാട് വേസ്റ്റ് വരില്ല, ഒരുപാട് കേക്കിൽ ക്രീമിൻ്റെ ആ ഒരു ഇതും വരില്ല. എന്നിട്ട് ഐസിങ് നൈഫ് കൊണ്ട് നമ്മൾ ക്രീമെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഗനാശയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാവേ. ഗനാശയ്ക്ക് പകരം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അടുത്ത ലെയറും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ക്രീം വെച്ചിട്ട് കേക്ക് ഫുൾ കവർ ചെയ്യുക കേട്ടോ. അതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ പറയണത്. നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് ഓരോ ലെയറിലും ചെയ്തിട്ട് ലാസ്റ്റ് ക്രീം കൊണ്ട് ഫുൾ കവർ ചെയ്തിട്ട് നമ്മൾ ഗനാശയാണ് പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഗനാശ ഞാൻ ഉണ്ടാക്കിയത് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് 125 ഗ്രാമോളം തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1.25 കപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതായത് നന്നായിട്ട് ചോക്ലേറ്റ് ഗനാശാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചൂടോടുകൂടി നമ്മൾ കേക്കിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ കേക്ക് ക്രീമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്ക് കേട്ടോ. അതിലേക്കാണ് ചെറിയ ചൂടോടുകൂടി ഗനാശ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കുക. ഗനാശ ഒഴിച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിനുശേഷം ആ ബോർഡിലൊക്കെ വീണിട്ടുള്ള ഗനാശ ഉണ്ടെങ്കിൽ, വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അങ്ങോട്ട് തൂത്ത് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ചെയ്ത് കൊടുത്ത് കേക്ക് നല്ല അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. എത്ര സിമ്പിളാണല്ലേ ചെയ്യാനായിട്ട്. എല്ലാവരും അപ്പോൾ ഒന്ന് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. നല്ല ഹോം മെയ്ഡായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക്